Hey guys, welcome back to part 2 video of bracketing button. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് HDR നെ പറ്റിയാണ്. HDR ന്റെ ഫുൾ ഫോം ഹൈ ഡൈനാമിക് റേഞ്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് HDR ഫോട്ടോ അല്ലെങ്കിൽ എന്താണ് ഹൈ ഡൈനാമിക് റേഞ്ച് ഉള്ള ഒരു ഫോട്ടോ? ഹൈ ഡൈനാമിക് റേഞ്ച് എന്ന ഫോട്ടോഗ്രാഫിയിൽ ഉദ്ദേശിക്കുന്നത് നല്ല ബ്രൈറ്റായ ഏരിയാസും പ്രോപ്പർലി എക്സ്പോസ്ഡ് ആണ്, അതുപോലെ തന്നെ ഷാഡോസും പ്രോപ്പർലി എക്സ്പോസ്ഡ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോനെ നമുക്ക് HDR ഫോട്ടോ എന്ന് പറയാൻ പറ്റും. യൂഷ്വലി ഒരു ക്യാമറയ്ക്ക് ഒരു സ്പെസിഫിക് ഡൈനാമിക് റേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഏറ്റവും ബ്രൈറ്റായ ഏരിയാസിന് വേണ്ടി എക്സ്പോസ് ചെയ്യുമ്പോൾ ചിലപ്പം കുറച്ച് ഡാർക്കായ ഏരിയാസ് അണ്ടർ എക്സ്പോസ്ഡ് ആയി പോകും, അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായ ഏരിയാസിന് വേണ്ടി എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് ബ്ലോൺ ഔട്ട് ആയി പോകും. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു എക്സ്പോഷർ വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല ഹൈ എൻഡ് ക്യാമറകളിൽ നമ്മുടെ മിഡ് റേഞ്ച് ക്യാമറകളെക്കാട്ടും നല്ലോണം ഡൈനാമിക് റേഞ്ച് കൂടുതലാണെങ്കിൽ പോലും നമ്മുടെ മനുഷ്യന്മാരുടെ കണ്ണിൻ്റെ അത്ര ഒരു ക്യാമറയ്ക്കും എത്താൻ പറ്റില്ല. അത്രയും എഫിഷ്യൻ്റ് ആണ് ഹ്യൂമൻ ഐസ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ വലിയ മലകളൊക്കെ കയറി കഴിഞ്ഞ് നല്ല സീനറിയൊക്കെ കണ്ട് അടിപൊളിയാണല്ലോ എന്ന് തോന്നി ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്ത് ഒരു ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല. ഒന്നുകിൽ ചിലപ്പോൾ നമുക്ക് ആകാശത്തിൻ്റെ ആ സ്കൈയുടെ കളർ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോർഗ്രൗണ്ടിലുള്ള മലകളുടെ എക്സ്പോഷർ കറക്റ്റായിന്ന് വരില്ല. അത് ഡൈനാമിക് റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ബ്രാക്കറ്റിംഗ് ഉപയോഗിച്ച് വേണമെങ്കിൽ ഡൈനാമിക് റേഞ്ചുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ബ്രാക്കറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ 3 ഫോട്ടോ എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാമറയെ ഒരു സീനറിയിലേക്ക് പോയിൻ്റ് ചെയ്ത് ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3-4 ഫോട്ടോസ് വേറെ വേറെ എക്സ്പോഷർ വാല്യൂവിൽ എടുക്കും. ആ ഓരോ എക്സ്പോഷർ വാല്യൂവിലും ഡിഫറെൻറ്റ് പാർട്സ് ആയിരിക്കും എക്സ്പോസ് ആവുന്നത്. അതായത് ഒരു ഫോട്ടോയിൽ നമ്മൾ സ്കൈയിന് വേണ്ടി എക്സ്പോഷർ സെറ്റ് ചെയ്യും, രണ്ടാമത്തെ ഫോട്ടോ മലയ്ക്ക് വേണ്ടിയായിരിക്കും, ചിലപ്പോൾ താഴ്ഭാഗത്തുള്ള ഏരിയന് വേണ്ടിയായിരിക്കും മൂന്നാമത്തത്. അങ്ങനെ 3, 5, 10 ഫോട്ടോസ് എടുത്ത് അതെല്ലാം കൂടെ മെർജ് ചെയ്ത് നമുക്കൊരു ഹൈ ഡൈനാമിക് റേഞ്ചുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ ഒരു ഫ്രെയിമിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ കാറിൻ്റെ ഭാഗം ഏകദേശം കറക്റ്റ് എക്സ്പോഷറാണ് ഉള്ളത്. പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഓവർ എക്സ്പോസ്ഡ് ആണ്. സ്കൈ എത്തിക്കഴിയുമ്പോൾ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ്ലി ബ്ലോൺ ഔട്ടാണ്. ഇപ്പോൾ 160 ആണ് ഷട്ടർ സ്പീഡ് ഉള്ളത്, 3.5 ആണ് എപ്പേർച്ചർ ഉള്ളത്, 100 ആണ് ISO ഉള്ളത്. അപ്പോൾ നമുക്ക് ഷട്ടർ സ്പീഡ് കുറച്ച് കൂട്ടി നോക്കാം. 200, 250, 320, 400, 500. ഇപ്പോൾ ആ ബാക്കിലുള്ള ചെടികളും ആ വാഴകളും ഒക്കെ ഏകദേശം കറക്റ്റ് എക്സ്പോഷറിലാണുള്ളത്. പക്ഷേ ഇപ്പോൾ കാറ് ഫുള്ള് ഇരുണ്ടുപോയി. അതുപോലെ തന്നെ പക്ഷേ സ്കൈ ഇപ്പോഴും ഓവർ എക്സ്പോസ്ഡ് ആണ്. നമുക്ക് കുറച്ചുകൂടെ ഷട്ടർ സ്പീഡ് കൂട്ടി നോക്കാം. ഇപ്പോൾ ഷട്ടർ സ്പീഡ് 5000 ആണുള്ളത്. ഇപ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും, പക്ഷേ ബാക്കിയുള്ള എല്ലാം തന്നെ കംപ്ലീറ്റ്ലി അണ്ടർ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ബ്രാക്കറ്റിംഗ് മോഡിലിട്ടിട്ട് 3-4 ഫോട്ടോസ് എടുക്കും. ഞാൻ ഡിഫറെൻറ്റ് എക്സ്പോഷേഴ്സിൽ 5 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഈ 5 ഫോട്ടോസും സെലക്ട് ചെയ്ത് ഇപ്പോൾ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം താഴെ ഈ ചെറുതായി കാണിക്കുന്ന ഭാഗത്ത് എല്ലാ ഫോട്ടോസും കൂടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മെർജ് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ മെർജിൻ്റെ മുകളിൽ ആരോ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ HDR കാണാം. HDR പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെർജ് ചെയ്യാനുള്ള വിൻഡോ വരും. ഇതിൽ ഈ ഡീഗോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്തെങ്കിലും മൂവ്മെൻറ്റുള്ള സബ്ജക്റ്റിനെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡീഗോസ്റ്റിംഗ്. അതിവിടെ വേണ്ട, അതുകൊണ്ട് ഞാൻ മെർജ് കൊടുത്തു. ഇപ്പോൾ മെർജ് ചെയ്ത HDR ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കിനി സാധാരണ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലാക്കി മാറ്റാം. ഓൾറെഡി വന്ന ഫോട്ടോ കുറച്ച് ടെമ്പറേച്ചറൊക്കെ കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാറ്റി. അത്ര നല്ലൊരു സീനറി അല്ലെങ്കിൽ പോലും ഈ ഫോട്ടോയിൽ ആ സ്കൂട്ടറും റൈറ്റ് സൈഡിലുള്ള ഹെയർ സ്റ്റൈലും ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് ആണ്. അത് ഞാൻ ഫോട്ടോഷോപ്പിലിട്ട് റിമൂവ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഹൈ ഡൈനാമിക് റേഞ്ച് ഫോട്ടോസ് എങ്ങനെ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി സീ യു നെക്സ്റ്റ് ടൈം.